ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് ഉദംപൂരിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. ഞാനിപ്പോൾ ഉദംപൂർ എത്തിയിട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വരാൻ ഇത്തിരി ലേറ്റായി പോയിന്നേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് കുറേ ദിവസമായിട്ട്. അതുകൊണ്ട് യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പോകുന്നത് രാവിലെയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് രാവിലെ എന്ന് വെച്ചെങ്കിൽ 1 മണിയോ ആയെന്ന് തോന്നുന്നു ഇവിടെ എത്തുമ്പോൾ. ഒരുവിധമൊക്കെ ഞാൻ തുണിയൊക്കെ മടക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തുണികൾ ഉണങ്ങാൻ മഴയായത് കാരണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ തുണികളൊക്കെ ഞാൻ ഫാനിലിട്ടിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫാൻ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ 2 ദിവസമായി നമ്മളിവിടെ ഇല്ലാത്തത്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മടക്കി വെച്ചത് കൊണ്ടും നന്നായി തുണിയൊക്കെ ഉണങ്ങിയത് കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കുറച്ച് തുണികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് നമ്മളെ നല്ലൊരു പാക്കിങ് നടത്തേണ്ടത്. കാരണം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അച്ചാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികൾ, പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ഇച്ചിരി സാധനങ്ങളൊക്കെ അവിടെയാണ് വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് സെറ്റാക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞു ബാഗ്, ഈ ബാഗ് ഇപ്പോൾ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ബാഗ് ഇവിടെ തന്നെ ഒരുവിധം സെറ്റാവും. പിന്നെ അവിടെ പോയിട്ട് ഇത്തിരി തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒത്തിരി തുണികളാണ് കേട്ടോ. വരുമ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു ഈ തുണികളൊന്നും എടുത്തുകൊണ്ട് പോകണ്ടാന്ന്. സത്യമാണ് കേട്ടോ, അത് പറഞ്ഞ സത്യമാണ്. ഞാൻ വെറുതെ ഇതൊക്കെ വാരിക്കൊണ്ട് ഇവിടെ വന്നത്. കാരണം കുറേ തുണികൾ ഞാൻ കൊണ്ടുവന്നൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. അതുപോലെ പാക്ക് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കുറേ ചുരിദാറൊന്നും ഞാൻ ഇവിടെ ഇട്ടിട്ടേ ഇല്ല ഇവിടെ കൊണ്ടുവന്നിട്ട്. അതുപോലെ തന്നെ മക്കളുടെ ഡ്രസ്സുകളും അന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെയാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഒരുപാട് തുണികൾ തന്നെയായി. സാരി ആണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഉടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. വന്നപ്പോൾ തൊട്ട് ഓരോരോ തിരക്കായ കാരണം അതൊന്നും പറ്റിയില്ല. അപ്പോൾ അത് സാരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉടുക്കാമല്ലോ. പിന്നെ ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ വരണമെങ്കിൽ അടുത്ത വെക്കേഷനാണ്, അടുത്ത വർഷമാണ്. അപ്പോൾ ഒരുപാട് നീണ്ട ഒരു പോക്കാണ് പോകണത്. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളുടേതായാലും ചിലപ്പോൾ നീളം വെക്കുകയോ തടി വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, നമ്മൾ വന്നിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മക്കളുടെതൊക്കെ ഞാൻ ഒരുവിധം കഴിയുന്നതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള പാക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അത് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, കറണ്ടില്ല. അതുകൊണ്ടെല്ലാം മടക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒട്ടും ക്ലിയർ കിട്ടുന്നില്ല ഉള്ളിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലൊക്കെ മൊത്തം പൊടിയൊക്കെ ആയിട്ട്, പൊടിയും കടലാസും പേപ്പറും പറയണ്ട, മൊത്തമായിട്ടുണ്ട്. അപ്പം അടിച്ച് തുടക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ മിന്നാന്ന് പോകുമ്പോൾ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയതാണ്. മുകളിലാണെങ്കിലും അതെ, മുകളിലാണെങ്കിലും അടിച്ച് തുടച്ച് വൃത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണിയൊക്കെ ഈസിയാണ്. മുകളിൽ എനിക്ക് ഏറെ വേണ്ട, അവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇവിടെ ഇത്ര പൊടിയൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ പൂജേൻ്റെ ബാഗിലുണ്ടായ പേപ്പറൊക്കെയാണ് കേട്ടോ ഇത്രയും പൊടിയാക്കിയത്. അവിടെ കൊണ്ടുവന്ന് മിന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറ്റിക്കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തുടച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ റൂമും ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് എല്ലായിടത്തും ഒന്ന് അടിച്ച് അതൊക്കെ ഒന്ന് വാരി കളഞ്ഞാൽ തന്നെ നമ്മുടെ വീട് സെറ്റാവും.
കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കേട്ടോ വീട്ടിൻ്റെ. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് ഇറങ്ങുക കേട്ടോ. ഇറങ്ങാൻ നേരത്ത് അപ്പുറം വീട്ടിലൊന്ന് പോകണം. അപ്പുറം വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് ഇന്ന് രാത്രിയാണ് അവിടെ നിന്ന് നമ്മൾ പോണത്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ടൗണിലൊക്കെ പോകാനുണ്ടായിരുന്നു. ടൗണിലൊക്കെ പോയി നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മളെല്ലാം ഫൈനൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കുളിക്കണം, റെഡി ആവണം. പിന്നെ രാത്രി 9:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് ടൈം ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു 6-7 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് തോടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും കേട്ടോ. നമ്മളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ഇപ്പോൾ ആയി തോന്നുന്നു. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ലൈവിൽ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണെന്ന്. അതാ മിന്നൂട്ടിയൊക്കെ റെഡിയായി, പൂജയും ഹസ്ബൻഡും എല്ലാം റെഡിയായിട്ട് ഹാളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ കാറിൽ തന്നെയാണ് കാസർഗോഡ് വരെ പോകുന്നത്. വഴിയിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ മച്ചിനെ വരുന്നുണ്ട് കൂടെ. അപ്പോൾ അവർ കാറ് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കാറിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ വേണ്ടി പോവാണ്. അപ്പോൾ സമയമായിട്ടോ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിനി ഉദംപൂരിൽ വെച്ച് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. ബൈ.